ഹരി ഓം. ഭഗവത്ഗീത 9-ാം അധ്യായം 21-ാം ശ്ലോകം മുതൽ അവസാനം വരെ. തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മം അനുപ്രപന്നാഃ ഗതാഗതം കാമകാമാ ലഭന്തെ അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. യേപ്യന്യദേവതാ ഭക്താഃ യേ അഭി അന്യദേവത എന്നാണ് ഒന്നിച്ച് വായിക്കുമ്പോൾ യേപ്യന്യദേവതാ ഭക്താഃ യജന്തെ ശ്രദ്ധയാന്വിതാഃ തേപി മാമേവ കൗന്ദേയ യജന്ത്യവിധിപൂർവകം. തേപി മാമേവ കൗന്ദേയ യജന്ത്യവിധിപൂർവകം. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച. തം തു മാം അഭിജാനന്തി നതു മാം അഭിജാനന്തി. നതു മാം എന്നിട്ട് അഭിജാനന്തി എന്ന് വായിക്കണം. തത്വേനാതസ്ത്യവന്തി തേ. തത്വേനാതഃ ച്യവന്തി ച അവന്തി. അപ്പം തത്വേനാതച്യവന്തി തേ. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച. നതു മാം അഭിജാനന്തി തത്വേനാതസ്ച്യവന്തി തേ. യാന്തി ദേവവ്രത. ദേവവ്രത എന്നല്ല, ദേവവ്രത എന്ന് പറയണം. അത് സമസ്ത പദമായതുകൊണ്ട് ആ വാക്കുകൾ. ദേവവ്രത എന്ന വാക്ക് ഒന്ന് ഊന്നി ഉച്ചരിക്കണം. യാന്തി ദേവവ്രത ദേവാൻ. അവിടെ വരെയുള്ളൂ 8 അക്ഷരം. പിന്നെ പിതൃൻ. പിതൃൻ എന്ന് വായിക്കരുത്. പിതൃൻ യാന്തി പിതൃവ്രതാഹ. അങ്ങനെ ആ പ്രായം ഉറപ്പിച്ച് ഉച്ചരിക്കണം. അതിനവിടെ ഒരു പ്ലസ് ചിഹ്നം ഇട്ടാൽ മതി, അപ്പം നമുക്കത് കിട്ടും. അല്ലെങ്കിൽ ഒരു മാത്രമേ അവിടെ കുറഞ്ഞു പോകും. യാന്തി ദേവവ്രത ദേവാൻ നിർത്തുക. പിതൃൻ യാന്തി പിതൃവ്രതാഹ. ഭൂതാനി യാന്തി ഭൂതേജ്യാഹ. യാന്തി മദ് യാജിനോപി മാം. മദ് യാന്തി മദ് യാജിനോപി മാം എന്നത് വായിക്കണം. യാന്തി ദേവവ്രത ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഃ. ഭൂതാനി യാന്തി ഭൂതേജ്യാഃ. യാന്തി മദ് യാജിനോപി മാം. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം. തത് അഹം ഭക്തി ഉപഹൃതം. ഭക്തി ഉപഹൃതം പിന്നെ മാ വെട്ടിയിട്ട് അസ്നാമി പ്രയതാത്മനഃ. അതും ആ പ്രയതാത്മനഃ എന്ന് പറയണം. തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മനഃ. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത്. യത് തപസ്യസി കൗന്ദേയ. യത് തപസ്യസി, അതാണ് യത് തപസ്യസി എന്ന് വന്നത്. യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. ശുഭാശുഭഫലൈരേവം. ശുഭ അശുഭഫലൈരേവം. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ. സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. മാം ഉപൈഷ്യസി എന്ന് വായിക്കണം. സമോഹം സർവഭൂതേഷു നമേ
ദ്വേഷ്യോസ്തി ന പ്രിയഃ ദ്വേഷ്യോസ്തി കേട്ടോ. ന മേ ദ്വേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം എന്നൂടെ വായിക്കാം. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേഷു ചാപ്യഹം. അപി ചേത് സുദുരാചാരോ അപി ചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ്. ഞാൻ വായിക്കുന്നത് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വായിക്കാൻ തുടങ്ങണേ. മാം അനന്യഭാഗ്. സാധുരേവ സമന്തവ്യഃ സമ്യക് വ്യവസിതോ ഹി സഹ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി. ശശ്വത ശാന്തിം ഒന്നിച്ച് വായിക്കുമ്പം ശശ്വത് ശാന്തിം. അപ്പോൾ അങ്ങനെ വായിച്ചാലും തെറ്റില്ല കേട്ടോ. ശശ്വത് ശാന്തിം അല്ലെങ്കിൽ ശശ്വത് ശാന്തിം. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്ത പ്രണശ്യതി. ഇവിടെയാണ് ന മേ ഭക്ത പ്രണശ്യതി എന്ന് വരുന്നത്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തനെ ഞാൻ നശിക്കാൻ വിടുകയില്ല, ഒരിക്കലും നശിക്കാൻ ഇടയാക്കുകയില്ല. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേപി സ്യുപ്പാപയോനയഃ സ്ത്രിയോ വൈശ്യാസ്തദാ ശൂദ്രാഃ. പിന്നെ സ വെട്ടിക്കളയുക. തേപി യാന്തി പരാം ഗതിം. ഒന്നുകൂടെ വായിക്കാതെ. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേപി സ്യുപ്പാപയോനയഃ സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാഃ തേപി യാന്തി പരാം ഗതിം. ഗതിം നീട്ടരുത്, ഗതിം. കിം പുനർബ്രാഹ്മണാ പുണ്യാഃ ഭക്താ രാജർഷയസ്തഥാ അനിത്യം അസുഖം ലോകം. അവിടെ കൊണ്ട് 8 അക്ഷരമാകും. അവിടെ ലോകം എന്ന് പറഞ്ഞ് നിർത്തുക. അനിത്യം അസുഖം ലോകം. പിന്നെ മീ വെട്ടിയിട്ട് ഈ ആക്കുക. ഇമം പ്രാപ്യ ഭജസ്വ മാം. ഇമം പ്രാപ്യ ഭജസ്വ മാം. മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. മദ്യാജി. മാമേ വൈഷ്യസി യുക്ത്വൈവം. യുക്ത്വൈവം എന്നാക്കുക. അവിടെ നിർത്തുക. പിന്നെ മാ എന്നുള്ളത് വെട്ടിക്കളഞ്ഞിട്ട് ആന്നാക്കുക. ആത്മാനം മത്പരായണഃ. പെൻസിൽ കൊണ്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെ. മാമേ വൈഷ്യസി യുക്ത്വൈവം ആത്മാനം മത്പരായണഃ. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ രാജവിദ്യാ രാജഗുഹ്യയോഗോ നാമ 9ാധ്യായഃ. ഹരി ഓം.